പരിപ്പ് തക്കാളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വേവിച്ചു കഴിഞ്ഞാൽ നല്ല മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി എടുത്ത് ഇടാം. ഇത്ര സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചത് ഇങ്ങോട്ട് ഇട്ടു. ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി നമ്മൾ നന്നായിട്ടൊന്ന് വേദെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായി കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതങ്ങോട്ടേക്ക് മുഴുവൻ ഇട്ടോക്കെ. ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കണം. ഇനി നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കണം. ഇതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ